യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ദർ ആർ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ്, ദെൻ സെക്കൻഡ് വൺ ഈസ് electromagnetic forces, third one is weak nuclear forces, and the fourth one is gravitational force. Unification of forces. അപ്പോൾ ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ നമുക്ക് യൂണിഫൈ ചെയ്യാം. അതിൻ്റെ യൂണിഫിക്കേഷൻ, ഫണ്ടമെൻ്റൽ ഫോഴ്സസിൻ്റെ യൂണിഫിക്കേഷനാണ് ഈ ടോപ്പിക്സിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് യൂണിഫിക്കേഷൻ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ കൺസെപ്റ്റ്സ് എന്ന് കൊണ്ടുവന്നത് ന്യൂട്ടൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യൂണിഫിക്കേഷൻ ഓഫ് ടെറസ്ട്രിയൽ ആൻഡ് സെലസ്ട്രിയൽ ഫിനോമിന. ടെറസ്ട്രിയൽ ഫിനോമിന മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ന്യൂട്ടൻ്റെ ആപ്പിളിൻ്റെ കേസ്, ആപ്പിൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീഴുന്നു. ആ കേസിലെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ഫിനോമിനയാണ്. നമ്മുടെ നേച്ചറിൽ, നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന ഒരു ഫിനോമിന, ടെറസ്ട്രിയൽ ഒബ്ജക്ട്സ്. ദെൻ സെലസ്ട്രിയൽ ഫിനോമിന, ഇറ്റ് ഹാപ്പൻസ് ഇൻ സ്പേസ്, അതായത് റിവോൾവിങ് ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ അല്ലെങ്കിൽ റിവോൾവിങ് ഓഫ് സാറ്റലൈറ്റ്സ്, അതെല്ലാമാണ് സെലസ്ട്രിയൽ ഫിനോമിനാസിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് യൂണിഫിക്കേഷൻ, ഒരു ഫിസിക്കൽ കൺസെപ്റ്റ്സിൻ്റെ യൂണിഫിക്കേഷൻ കൊണ്ടുവന്നത്, ഫിസിക്കൽ ലോൻ്റെ, ഒരു ഫണ്ടമെൻ്റൽ ലോൻ്റെ ഫോഴ്സിൻ്റെ യൂണിഫിക്കേഷൻ കൊണ്ടുവന്നത് ന്യൂട്ടൺ ആണ്. യൂണിഫിക്കേഷൻ ഓഫ് ടെറസ്ട്രിയൽ ആൻഡ് സെലസ്ട്രിയൽ ഫിനോമിന. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഐസക് ന്യൂട്ടൺ. അതിൽ കൺസെപ്റ്റ്സ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ അതേ സെയിം കൺസെപ്റ്റാണ്. അതായത് by the law of Newton's laws of gravitation, അതായത് ടെറസ്ട്രിയൽ ഫിനോമിന, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ആപ്പിൾ താഴോട്ട് വീഴുന്നു. ആ ഒരു കേസിൽ ആപ്പിൾ എന്തുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്? എർത്ത് അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ട്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സിമിലർലി സെലസ്ട്രിയൽ ഫിനോമിന കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് ഒരു പെർട്ടിക്കുലർ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പാത്തിൽ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. അതെവിടെ എന്തുകൊണ്ടാണ്? ആ സണ്ണിനും ആ ഒരു പെർട്ടിക്കുലർ പ്ലാനറ്റ്സിനും ഇടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സിമിലർലി സാറ്റലൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്, പ്ലാനറ്റ്സിന് ചുറ്റും സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നതും ഈ ഒരു പെർട്ടിക്കുലർ പാത്തിലായിരിക്കും അത് റിവോൾവ് ചെയ്യുക. ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. എല്ലാ ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. എല്ലാ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും അട്രാക്ട് ചെയ്യും. ആ ഒരു കൺസെപ്റ്റ്സിനെയാണ് യൂണിഫിക്കേഷൻ ഓഫ് ടെറസ്ട്രിയൽ ആൻഡ് സെലസ്ട്രിയൽ ഫിനോമിന ബൈ ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ന്യൂട്ടൺ ടെറസ്ട്രിയൽ ഫിനോമിനയും സെലസ്ട്രിയൽ ഫിനോമിന എന്ത് ചെയ്തു? ഗ്രാവിറ്റേഷൻ, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴി യൂണിഫൈ ചെയ്തു. അതായത് ടെറസ്ട്രിയൽ ഫിനോമിന, ഇതിൽ എക്സാമ്പിൾ പറയുന്ന ആപ്പിളിൻ്റെ കേസാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ ചുറ്റും നടക്കുന്ന ഒരു ഫിനോമിനയും, അതായത് ഇവിടെ പറയുന്നത് ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും കേസ്. ഇപ്പോൾ ആപ്പിൾ വീഴുന്ന കേസാണ് പറയുന്നത്. എർത്ത് ആ ഒരു പെർട്ടിക്കുലർ ആപ്പിളിനെ താഴോട്ട് അട്രാക്ട് ചെയ്യുന്നു. ആ ഒരു കേസിൽ എർത്തിനും ആപ്പിളിനും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. സിമിലർലി സെലസ്ട്രിയൽ ഫിനോമിനയുടെ വരുമ്പോൾ സണ്ണും പ്ലാനറ്റ്സും, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുമ്പോൾ സണ്ണിനും പ്ലാനറ്റ്സിനും ഇടയിൽ ആക്ട് ചെയ്യുന്നതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഈ ടെറസ്ട്രിയൽ ഫിനോമിനയും സെലസ്ട്രിയൽ ഫിനോമിനയും ന്യൂട്ടൺ യൂണിഫൈ ചെയ്തു ബൈ ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതാണ് ഫസ്റ്റ്. അപ്പോൾ യൂണിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് കൊണ്ടുവന്നത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? ഐസക് ന്യൂട്ടൺ ആണ്. ദെൻ യൂണിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന. നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് പഠിച്ചിരുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ് അല്ലേ? ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ യൂണിഫിക്കേഷൻ കൊണ്ടുവന്നത് ഓയിസ്റ്റഡ് ആൻഡ് ഫാരഡേ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റാണ്. ഓയിസ്റ്റഡും ഫാരഡേ ആണ് 2 സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ മാഗ്നറ്റിക് കറണ്ടിൻ്റെ ഓയിസ്റ്റഡും ഫാരഡേ ആണ് നമ്മൾ പറഞ്ഞു. ഓയിസ്റ്റഡ് ആൻഡ് ഫാരഡേ ദേ ഷോഡ് ദാറ്റ് എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന ആർ ഇൻസെപ്പറബിൾ. അതായത് ഇലക്ട്രിക്കൽ ഫിനോമിനയും മാഗ്നറ്റിക് ഫിനോമിനംസ് നടക്കുമ്പോൾ ചാർജ് പാർട്ടിക്കിൾസ് തമ്മിലാണ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ നടക്കുന്നത്. ലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫിനോമിനയും മാഗ്നറ്റിക് ഫിനോമിനയും ഇൻസെപ്പറബിൾ ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ these are unified into electromagnetic force അല്ലെങ്കിൽ electromagnetism.
അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിനെയും അല്ലെങ്കിൽ യൂണിഫൈ ചെയ്തതാണ് ആര്? ഓയ്സ്റ്റഡ് ആൻഡ് ഫാരഡേ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ്. അവരെന്താണ്, അവരുടെ എക്സ്പെരിമെൻ്റ് റിസൾട്ട് എന്തായിരുന്നു? ഓയ്സ്റ്റഡ് ആൻഡ് ഫാരഡേ ഷോഡ് ദാറ്റ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിനാസ് ആർ ഇൻസെപ്പറബിൾ. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ദേ ആർ യൂണിഫൈഡ് ഇൻ ടു, ആൻഡ് ദീസ് ടു phenomena are unified into electromagnetism. അങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് യൂണിഫൈ ചെയ്തത്. ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രിക് പ്രോപ്പർട്ടിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടി യൂണിഫൈ ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിസമായി അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് യൂണിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓയ്സ്റ്റഡ് ആൻഡ് ഫാരഡേ ആയിരുന്നു. അവരെന്താ ഷോ ചെയ്തത്? അവരുടെ എക്സ്പെരിമെൻ്റ് റിസൾട്ട് എന്തായിരുന്നു? ദേ ഷോഡ് ദാറ്റ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിനാസ് ആർ ഇൻസെപ്പറബിൾ. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. These two phenomena are unified into electromagnetism, and the forces acting between these phenomena are known as electromagnetic force. That third type of unification of electromagnetic and optical phenomena. Electromagnetism opticsum കൂടി യൂണിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഒപ്റ്റിക്സ്, ലൈറ്റിൻ്റെ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ്. ലൈറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസും അതിൻ്റെ ഫിനോമിനാസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. അപ്പോൾ ഒപ്റ്റിക്സും ഇലക്ട്രോമാഗ്നറ്റിക്കും കൂടി അങ്ങോട്ട് യൂണിഫൈ ചെയ്തതാണ് മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് യൂണിഫൈ ചെയ്തത്. അപ്പോൾ മാക്സ്വെൽ എന്താ ചെയ്തത്? മാക്സ്വെൽ യൂണിഫൈഡ് ഇലക്ട്രോമാഗ്നറ്റിസം ആൻഡ് ഒപ്റ്റിക്സ് വിത്ത്, ഒപ്റ്റിക്സിൽ എന്ത് വെച്ചാണ്? ഒപ്റ്റിക്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കവറി ഓഫ് ലൈറ്റ്, with the discovery that light is an electromagnetic wave. അതായത് ലൈറ്റ്, ഒപ്റ്റിക്സും ഇലക്ട്രോമാഗ്നറ്റിക്സും കൂടി ചേർത്ത് യൂണിഫൈ ചെയ്യുകയാണ് ചെയ്തത് മാക്സ്വെൽ. അതെന്തുകൊണ്ടാണ്? എന്നിട്ട് എന്താണ് അത് യൂണിഫൈഡ് ചെയ്ത് കൊണ്ടുവന്ന റിസൾട്ട് എന്താണ്? ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഒപ്റ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസും ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫിനോമിനാസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്സും മാഗ്നറ്റിസവും കൂടി യൂണിഫൈ ചെയ്തു ആരോ? മാക്സ്വെൽ. എന്നിട്ട് എന്താണ് ആ യൂണിഫൈ ചെയ്ത റിസൾട്ട് എന്തായിരുന്നു? ഈ ലൈറ്റ് ഈസ് an electromagnetic wave. Maxwell unified electromagnetism and optics with the discovery that light is an electromagnetic wave. ഒപ്റ്റിക്സിനെയും ഇലക്ട്രോമാഗ്നറ്റിസത്തിനെയും കൂടി മാക്സ്വെൽ യൂണിഫൈ ചെയ്തിട്ട് ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസും ഉണ്ട്. സോ ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Then next type of unification of electromagnetic and weak nuclear force. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ പഠിച്ച രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്. ഗ്ലാഷോ, സലാം ആൻഡ് വെയിൻബർഗ് എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും കൂടി യൂണിഫൈ ചെയ്തിട്ട് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. യൂണിഫൈഡ് ഇൻ ടു ഇലക്ട്രോ വീക്ക് ഫോഴ്സ്. മനസ്സിലായോ? അതായത് ഗ്ലാഷോ, സലാം, വെയിൻബർഗ് എന്ന് പറയുന്ന ഈ 3 സയൻറ്റിസ്റ്റും കൂടി എന്താ ചെയ്തത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോ വീക്ക് ഫോഴ്സ്, അതായത് യൂണിഫൈ ചെയ്തിട്ട് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ദ electromagnetic force and the weak nuclear forces have been unified into electro-weak force. That are produced either the Glasgow, Salam and Weinberg. And these scientists showed that electromagnetic force and weak nuclear forces are unified into electro-weak force. ഇപ്പോൾ ഗ്ലാഷോ, സലാം, വെയിൻബർഗ് എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്തു, അതായത് യൂണിഫൈ ചെയ്തിട്ട് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇലക്ട്രോ വീക്ക് ഫോഴ്സ്. ആൻഡ് ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. Then next type of unification of electro weak and strong nuclear force. അപ്പോൾ ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഓൾറെഡി 2 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് വരുന്നത്, ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സസും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസും. പിന്നെ അടുത്ത യൂണിഫിക്കേഷനിൽ വരുമ്പോൾ വേറെ ഒരു ഫോഴ്സും കൂടി ചേർന്നു. ഏതാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആർ കമ്പൈൻഡ് ടു ഫോം ഇലക്ട്രോ വീക്ക് ഫോഴ്സ്, ആൻഡ്
സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ആ തേർഡ് വൺ, അതായത് ഫണ്ടമെൻ്റൽ ഫോഴ്സസിലെ 3 ഫോഴ്സസ്: ഇലക്ട്രോഡൈനാമിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ ഇലക്ട്രോഡൈനാമിക് ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും കമ്പൈൻ ചെയ്ത് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നു, യൂണിഫൈഡ് ചെയ്തിട്ട്. അപ്പോൾ ആ ഇലക്ട്രോ വീക്ക് ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ യൂണിഫൈഡ് ചെയ്തിട്ട് യൂണിഫൈഡ് ചെയ്ത് ഒരു തിയറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ വീക്ക് ഫോഴ്സും കൂടെ യൂണിഫൈഡ് ചെയ്തിട്ട് ഒരു തിയറി ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിസിക്സിൽ. അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലാണ് നടക്കുന്നത്. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി യൂണിഫൈഡ് ചെയ്യുകയാണ്. അതായത് ഫണ്ടമെൻ്റൽ ഫോഴ്സസിലെ 3 ഫോഴ്സസിനെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്ത് യൂണിഫൈഡ് ചെയ്തിട്ട് ഒരു തിയറി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലാണ് നടക്കുന്നത്. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി എന്നതാണ് അതിൻ്റെ പേര്. അതിൻ്റെ എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ സ്റ്റേജസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട്, അതായത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയില്ല, പക്ഷേ അതിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും കൂടെ കമ്പൈൻ ചെയ്ത്, അതായത് യൂണിഫൈഡ് ചെയ്തിട്ട് ഒരു തിയറി, ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി എന്നാണ് അതിൻ്റെ പേര്. ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് യൂണിഫിക്കേഷൻ, 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെയും കൂടി യൂണിഫൈ ചെയ്തിട്ട് തിയറി ഓഫ് എവ്രിതിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, യൂണിഫൈഡ് ഇൻ ടു എ സിംഗിൾ കൺസെപ്റ്റ്, തിയറി ഓഫ് എവ്രിതിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ ആ തിയറി ഓഫ് എവ്രിതിങ് ആ തിയറി ഓഫ് എവ്രിതിങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റ് പ്രൂവൺ ആണ്. ഇതും ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നടക്കുകയാണ്. അതായത് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു തിയറി ഓഫ് എവ്രിതിങ്. And these 4 fundamental forces are combined into a single theory of everything. അപ്പോൾ ആ ഒരു തിയറി ഓഫ് എവ്രിതിങ് എന്ന് പറഞ്ഞ് ആ ഒരു പെർട്ടിക്കുലർ തിയറി ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിയറി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയാൽ ആ ഒരു പെർട്ടിക്കുലർ തിയറി യൂസ് ചെയ്ത് നേച്ചറിലുള്ള അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിലുള്ള എല്ലാ ഫിനോമിനാസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നേച്ചറിലെ എല്ലാ ഫിനോമിനാസും യൂണിഫൈഡ് ഇൻ ടു എ സിംഗിൾ തിയറി ആൻഡ് ദാറ്റ് തിയറി ഈസ് നോൺ ആസ് തിയറി ഓഫ് എവ്രിതിങ്. പക്ഷേ അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 2 യൂണിഫൈഡ് കൺസെപ്റ്റ്സും ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയും തിയറി ഓഫ് എവ്രിതിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് യൂണിഫൈഡ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐസക് ന്യൂട്ടൺ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസസിൽ, ടെറസ്ട്രിയൽ ഒബ്ജക്റ്റിൻ്റെ കേസിലും സെലസ്ട്രിയൽ ഒബ്ജക്റ്റിൻ്റെ കേസിലും. ടെറസ്ട്രിയൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ഒബ്ജക്ട്സിൽ. ദെൻ സെലസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഒബ്ജക്ട്സ്. അപ്പോൾ ടെറസ്ട്രിയൽ ഒബ്ജക്ട്സും സെലസ്ട്രിയൽ ഒബ്ജക്ട്സും തമ്മിൽ അതിൽ രണ്ടിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അട്രാക്റ്റീവ് ഫോഴ്സിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ സെലസ്ട്രിയൽ ഒബ്ജക്റ്റും ടെറസ്ട്രിയൽ ഒബ്ജക്റ്റും യൂണിഫൈ ചെയ്തതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ യൂണിഫൈഡ് ചെയ്തു ഐസക് ന്യൂട്ടൺ. സെക്കൻഡ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് മാക്സ്വെൽ ആണ്. സെക്കൻഡ് കൺസെപ്റ്റ് വന്നത് മാക്സ്വെൽ യൂണിഫൈ ചെയ്തു. എന്താണ്? അതിനു മുമ്പ് ഫാരഡേ ആൻഡ് ഓഴ്സ്റ്റഡ് ഷോഡ് ദാറ്റ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന ഇൻസെപ്പറബിൾ ആണെന്ന്. ഓഴ്സ്റ്റഡ് ആൻഡ് ഫാരഡേ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ടിൽ നിന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലായത്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിനാസ് ഇൻസെപ്പറബിൾ. അതുകൊണ്ട് തന്നെ ദീസ് 2 ഫിനോമിനാസ് ആർ യൂണിഫൈഡ് ഇൻ ടു ഇലക്ട്രോമാഗ്നറ്റിസം. ഈ ഇലക്ട്രിക് ഫിനോമിനാസും മാഗ്നറ്റിക് ഫിനോമിനാസും കൂടെ യൂണിഫൈ ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ ഈ ഇലക്ട്രിക് ഫിനോമിനാലും മാഗ്നറ്റിക് ഫിനോമിനാസും നടക്കുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് കേസിൽ മാക്സ്വെൽ ആണ് യൂണിഫൈ ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിസം ആൻഡ് ഒപ്റ്റിക്സിനെയും ഇലക്ട്രോ മാഗ്നറ്റിസിനെയും കൂടി യൂണിഫൈ ചെയ്യുകയാണ് വിത്ത് ദ ഡിസ്കവറി ഓഫ് ലൈറ്റ്. ദാറ്റ് ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് യൂണിഫൈഡ് ചെയ്ത് ഒരു റിസൾട്ട് കൊണ്ടുവന്നു. എങ്ങനെയാണ്? മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിസം ഒപ്റ്റിക്സിനെയും കൂടി യൂണിഫൈഡ് ചെയ്തിട്ട് ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ദെൻ ഇലക്ട്രിക് ഫോഴ്സ്, അതായത് പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും കൂടി കമ്പൈൻ ചെയ്ത് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു, യൂണിഫൈഡ് ഇൻ ടു. ദെൻ പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്ന യൂണിഫിക്കേഷൻ എന്തായിരുന്നു? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 3 ഫണ്ടമെൻ്റൽ ഫോഴ്സസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി
അത് ഡെവലപ്മെൻ്റൽ സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ലാസ്റ്റ് കേസിൽ വരുന്ന യൂണിഫിക്കേഷനിൽ എന്താ പറയുന്നത്, 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് ദീസ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആർ യൂണിഫൈഡ് ഇൻ ടു എ സിംഗിൾ തിയറി. ദാറ്റ് തിയറി ഈസ് നോൺ ആസ് തിയറി ഓഫ് എവറിത്തിങ്. അതും ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലാണ്. ആ ഒരു തിയറി ഓഫ് എവറിത്തിങ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയാൽ ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫിനോമിനാസും നമുക്ക് ഒരു സിംഗിൾ തിയറി യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്സിൽ നമ്മുടെ നേച്ചറിൽ ഒരുപാട് ഫിനോമിനാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാം, കൺസേർവ്. അതായത് ഒരു പ്രോസസ്സ് സ്റ്റാർട്ടിങ് ടൈമിലും ഫൈനൽ ടൈമിലും അതിൻ്റെ എൻഡിങ് ടൈമിലും ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ പ്രോസസ്സ് നടക്കുക എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ പ്രോസസ്സിൽ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലും ആ പ്രോസസ്സിൻ്റെ എൻഡിങ് സ്റ്റേജിലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒരു ചേഞ്ചസും ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് സെറ്റ് ടു ബി conserved. If a physical quantity does not change in a physical process, then that physical quantity is said to be conserved. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണ് എന്ന് എപ്പോഴാണ് പറയുക, ഒരു ഫിസിക്കൽ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ വാല്യൂ 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് 10 ന്യൂട്ടൺ എന്നാണ് വിചാരിക്കൂ. അതിൽ 10 എന്ന് പറയുന്ന ആ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ, ഒരു ക്വാണ്ടിറ്റി ആ മേ ബി എന്തോ ആയിരിക്കാം. അപ്പോൾ ഫോഴ്സ് ആവാം, മാസ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ആവാം, ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ എന്താണ് അതുപോലെ റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. മേ ബി അതൊരു മാസ് ആവാം, അല്ലെങ്കിൽ ടൈം ആവാം, മേ ബി മാസ് ആവാം, അതിൻ്റെ ടെമ്പറേച്ചർ ആവാം. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലെ വാല്യൂം എൻഡിങ് ടൈമിലെ വാല്യൂം സിമിലർ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് തന്നെ അത് കൺസേർവ്ഡ് ആണ് എന്ന് പറയാം. ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ ഫിസിക്കൽ പ്രോസസ്, ദെൻ ദ ക്വാണ്ടിറ്റി ഈസ് സെറ്റ് ടു ബി കൺസേർവ്ഡ്. Then there are basically 4 fundamental conservation laws in physics. Conservation of energy. അപ്പോൾ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ല. എനർജി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എനർജിയുടെ വാല്യൂം എൻഡ് ചെയ്യുമ്പോഴുള്ള എനർജിയുടെ വാല്യൂം സിമിലർ ആയിരിക്കും. കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇത് കൺസർവേഷൻ ലോസിൻ്റെ പേരുകൾ മാത്രം അറിഞ്ഞിരിക്കുക. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ദെൻ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് കാര്യം. മൊമെൻറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫോഴ്സ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ സെക്കൻഡ് ലോ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മൊമെൻറ്റം പഠിക്കുന്നുണ്ട് 9th സ്റ്റാൻഡേർഡിലൊക്കെ. അപ്പോൾ അല്ലെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന മൊമെൻറ്റം, അതാണ് ലീനിയർ മൊമെൻറ്റം. ഇനി അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. ഇത്രയേ ഉള്ളൂ. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫിസിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ലീനിയർ മൊമെൻറ്റത്തിൽ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ഇൻ ദാറ്റ് പ്രോസസ്. ദെൻ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം തന്നെയാണ്. നമ്മൾ ലീനിയർ മൊമെൻറ്റം എങ്ങനെയാണ് പറഞ്ഞത്, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന മൊമെൻറ്റമാണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അതാണ് തേർഡ് ടൈപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ കൺസർവേഷൻ ലോ. ദെൻ കൺസർവേഷൻ ഓഫ് ചാർജ്. ഒരു ഫിസിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് സ്റ്റാർട്ടിങ് ടൈമിലും എൻഡിങ് ടൈമിലും സെയിമിലർ ചാർജ് ആണെങ്കിൽ ദാറ്റ് നമുക്ക് എന്ത് പറയാം,
ആ കേസിലെ ആ ഒരു ഫിസിക്കൽ പ്രോസസ്സിലെ ആ ഒരു ചാർജ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണെന്ന് പറയാം. ഇനി കൺസർവേഷൻ ലോസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കൺസേർവ്ഡ് ആണ് എന്ന് പറയുന്നതിൽ എന്താ കൺസർവേഷൻ ലോസ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ കൺസർവേഷൻ ലോസ് ആണ് വരുന്നത്. കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആൻഡ് കൺസർവേഷൻ ഓഫ് ചാർജ്. ജസ്റ്റ് ഇതിൻ്റെ പേരുകൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ 4 കൺസർവേഷൻ പ്രിൻസിപ്പിൾസും ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ.